പ്രിയപ്പെട്ടവരെ, ചെന്നൈയിലെ കൊടുംചൂടിൽ ഇഫ്താർ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഇന്ന് ഷോപ്പിലേക്കുള്ള പർച്ചേസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ പോയതായിരുന്നു. ശരിക്കും ചൂടുണ്ടെങ്കിൽ പോലും ഒരു വ്യത്യസ്ത അനുഭവമായി. നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെയല്ല, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല കാറ്റ് എല്ലാ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ചൂടാണെങ്കിലും രജനികാന്തിൻ്റെ ഓട്ടോറിക്ഷയിലുള്ള യാത്ര അതൊരു ഒന്നൊന്നര യാത്രയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നോമ്പ് തുറ അവിടുത്തെ പള്ളിയിൽ നോമ്പ് കഞ്ഞി എന്തൊക്കെയായിരുന്നു എന്നറിയോ, എല്ലാവർക്കും ഫുൾ സെറ്റപ്പ്. നമ്മളവിടുത്തെ ഒരു ഫ്രൂട്ട്സ് മാത്രമൊന്നുമല്ല, ഫുള്ള് സാധനങ്ങൾ ഓരോരുത്തർക്കും കഞ്ഞിയിൽ ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് ഓരോരോ പ്ലേറ്റിൽ സമൂസ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പള്ളിക്കന്ന് നിസ്കരിച്ച് സന്തോഷമായിട്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കണ്ടു ഞങ്ങൾ. എന്ത് രസമാണെന്നറിയോ, എത്രയോ കാലങ്ങൾ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ, ഡബിൾ ഡെക്കർ ബസ്. ഇതാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖം. കാലങ്ങൾ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതിലൂടെ അങ്ങനെ വന്ന് ഞങ്ങൾ ട്രെയിൻ ഏകദേശം വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ റിസർവേഷൻ സക്സസ് ആയോ നോക്കണം. നോമ്പിലെ യാത്രകൾ പങ്കുവയ്ക്കട്ടെ നിങ്ങൾ.